GDSന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കസ്റ്റമേഴ്സിനും സ്വാഗതം. GDSന്റെ ഹോൾസെയിൽ ഡീലേഴ്സിന് വേണ്ടിയുള്ള ആർസ്റ്റാറിൽ എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ആദ്യമേ പറയാനുള്ളത്, ഈ വീഡിയോ മുഴുവനും കണ്ടതിന് ശേഷം മാത്രം ഇയർ ക്ലോസിംഗ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് ഇയർ ക്ലോസിംഗ് ചെയ്യാവുന്നതാണ്. ഒന്ന്, മാർച്ച് മാസം 31-ാം തീയതി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇയർ ക്ലോസിംഗ് ചെയ്യാം. അല്ല എങ്കിൽ ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ വേണമെങ്കിലും, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി നിങ്ങളുടെ ബില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇയർ ക്ലോസിംഗ് ചെയ്യാവുന്നതാണ്. ഇയർ ക്ലോസിംഗ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നവർ ക്ലയൻറ്റ് സിസ്റ്റംസ് എല്ലാം തന്നെ ആർസ്റ്റാർ ക്ലോസ് ചെയ്തതിന് ശേഷം സെർവർ കമ്പ്യൂട്ടറിൽ ഇയർ ക്ലോസിംഗ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, സൂപ്പർ യൂസറിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇയർ ക്ലോസിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർച്ച് മാസം 31-ാം തീയതി എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മാർച്ച് മാസം 31-ാം തീയതി നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ടൂൾസിൽ നിന്നും ബാക്കപ്പ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും ഒന്നുകിൽ നിങ്ങൾക്ക് കസ്റ്റം പാത്ത് കൊടുത്ത് ഒരു പർട്ടിക്കുലർ ഫോൾഡറിൽ ബാക്കപ്പ് എടുക്കാം, അല്ല എങ്കിൽ ഡേ വൈസ് ബാക്കപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ബാക്കപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ടൂൾസിൽ നിന്നും ഇയർ ക്ലോസിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതായത് അന്നേ ദിവസത്തെ എല്ലാ ട്രാൻസാക്ഷൻസും നിങ്ങൾ കംപ്ലീറ്റ് ആക്കി എന്നതിന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഇയർ ക്ലോസിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അതിനായിട്ട് ടൂൾസിൽ നിന്നും ഇയർ ക്ലോസിംഗ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലെ അക്കൗണ്ടിംഗ് ഇയർ ക്ലോസ് ചെയ്ത് പുതിയ ഒരു അക്കൗണ്ടിംഗ് ഇയർ ക്രിയേറ്റ് ചെയ്യുകയാണ് എന്ന ഒരു മെസ്സേജ് വരും. അതിന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ 25-26-ലെ എല്ലാ പ്രോഡക്റ്റുകളും അടുത്ത ഇയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിംഗ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ 25-26-ൽ നിന്നും പുതിയ അക്കൗണ്ടിംഗ് ഇയറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതുമാണ്. നിങ്ങളുടെ ഡേറ്റയ്ക്ക് സൈസ് കൂടുതലാണെങ്കിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് കുറച്ച് സമയം എടുക്കുന്നതാണ്. അല്ല എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തെ ഈ വിൻഡോയും വരുന്നതാണ്. അതായത് നിങ്ങളുടെ അക്കൗണ്ടിംഗ് ഇയർ പുതിയത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു, സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്യുക എന്ന ഒരു വാർണിംഗ് മെസ്സേജ് വരുന്നതാണ്. ഈ രണ്ടാമത് വന്ന മെസ്സേജിനും നിങ്ങൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് സോഫ്റ്റ്വെയറിൽ നിന്നും എക്സിറ്റ് ആകുന്നതിനുള്ള മറ്റൊരു മെസ്സേജ് വരും. ഈ സമയത്ത് നിങ്ങൾക്ക് വീണ്ടും സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 31-ാം തീയതി ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. ഈ സമയത്ത് നിങ്ങളുടെ പുതിയ അക്കൗണ്ടിംഗ് ഇയർ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. വേറെയൊന്നും അന്നേ ദിവസം ചെയ്യേണ്ട കാര്യമില്ല. ഏപ്രിൽ മാസം 1-ാം തീയതി എങ്ങനെയാണ് ഇയർ ക്ലോസിംഗ് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. രണ്ടാം ഭാഗത്ത് പറയുന്നത് ഇയർ ക്ലോസിംഗ് ഏപ്രിൽ മാസം 1-ാം തീയതി എങ്ങനെ ചെയ്യാം എന്നതിനെപ്പറ്റിയാണ്. 1-ാം തീയതി രാവിലെ, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ നിങ്ങൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യുന്ന വിൻഡോയിൽ അന്നേ ദിവസത്തെ, അതായത് ഏപ്രിൽ മാസം 1-ാം തീയതി 4-ാം മാസം 2026 എന്ന വിൻഡോയിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ന്യൂ അക്കൗണ്ടിംഗ് ഇയർ ഫൗണ്ട് എന്നൊരു മെസ്സേജ് വരുന്നതാണ്. ഈ സമയത്ത് നമ്മളുടെ അക്കൗണ്ടിംഗ് ഇയർ 2026-27 ഇതിൽ ഇല്ല എന്നും ഇത് ക്രിയേറ്റ് ചെയ്യണം എന്ന ഒരു വാർണിംഗ് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും. അതിന് യെസ് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങളുടെ 2025-26-ലെ എല്ലാ പ്രോഡക്റ്റ് ഡീറ്റെയിൽസും അക്കൗണ്ട് ഡീറ്റെയിൽസും അടുത്ത വർഷത്തിലേക്ക്, അതായത് 26-27ലേക്ക് ട്രാൻസ്ഫർ ആവുന്നതും പുതിയ ഒരു അക്കൗണ്ടിംഗ് ഇയർ ക്രിയേറ്റ് ആവുന്നതുമാണ്. ഈ വന്ന മെസ്സേജിൽ നിങ്ങൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്ഫറിംഗ് എല്ലാം കംപ്ലീറ്റ് ആവുന്നതും പുതിയ ഒരു അക്കൗണ്ടിംഗ് ഇയർ ക്രിയേറ്റ് ആവുന്നതുമാണ്. വാക്യൂമിംഗ് കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ആ വന്ന മെസ്സേജിന് ഓക്കെ കൊടുക്കുക. ആ സമയത്ത് തന്നെ പുതിയ അക്കൗണ്ടിംഗ് ഇയർ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഓപ്പണാക്കി സാധാരണ രീതിയിൽ ബില്ലിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതുമാണ്.
ഇയർ ക്ലോസിംഗ് എന്ന പ്രോസസ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ്. അതായത് സെയിൽ വൗച്ചറുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വൗച്ചറുകളിൽ നിങ്ങൾ ട്രാൻസാക്ഷനിൽ സെയിലാവട്ടെ അതുപോലെ തന്നെ സെയിൽസ് റിട്ടേൺ ആവട്ടെ ഏതെങ്കിലും വൗച്ചറുകളിൽ പ്രിഫിക്സ് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പുതിയ അക്കൗണ്ടിംഗ് ഇയർ ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിഫിക്സുകൾ വീണ്ടും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദാഹരണമായി നിങ്ങൾ സെയിൽ വൗച്ചറിൽ, അതായത് ഞാനിവിടെ ഡെമോ ഫാർമ എന്ന കമ്പനിയിൽ കഴിഞ്ഞ വർഷം, അതായത് 25-26 എന്ന വർഷത്തിൽ ഏതെങ്കിലും പ്രിഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ ഈ വർഷം നിങ്ങൾ പുതിയതായിട്ട് പ്രിഫിക്സ് ആഡ് ചെയ്യേണ്ടതാണ്. അതിനായിട്ട് ടൂൾസ് എന്ന ഓപ്ഷനിൽ നിന്നും മെയിൻ്റനൻസ്, അതിൽ നിന്നും വൗച്ചർ പ്രിഫിക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിന്നും നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ സെയിൽസ് G1 എന്ന വൗച്ചർ തിരഞ്ഞെടുക്കുക. ഇതിൽ പ്രിഫിക്സായിട്ട് ഇവിടെ ഡെമോ ഫാർമ എന്ന കമ്പനിയിൽ, ഞാൻ ഉദാഹരണമായി പറയുന്നതാണ്, ഡെമോ ഫാർമ എന്ന കമ്പനിക്ക് നേരത്തെ നിങ്ങൾ ഡെമോ ഫാർമ DP/25-26/ ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് പുതിയ പ്രിഫിക്സ് ആഡ് ചെയ്യാനായി അക്കൗണ്ടിംഗ് ഇയർ അല്ലെങ്കിൽ ഈ പ്രിഫിക്സ് പുതുതായിട്ട് കൊടുക്കേണ്ടതാണ്. ഉദാഹരണമായി ഞാനിവിടെ 26-27/ എന്ന് കൊടുത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ സെയിൽ വിൻഡോയിൽ ഈ ഒരു അഥവാ സെയിൽ വൗച്ചറിൽ ഇങ്ങനൊരു പ്രിഫിക്സ് ആഡ് ആവുകയുള്ളൂ. ഇതുപോലെ ഏതൊക്കെ വൗച്ചറുകൾക്ക് നിങ്ങൾ പ്രിഫിക്സ് ആഡ് ചെയ്യണോ അതിനെല്ലാം G2 ഉപയോഗിക്കുന്നവർ G2 എടുത്തതിന് ശേഷം ഇവിടെ പ്രിഫിക്സ് ആഡ് ചെയ്യുക. അതുപോലെ സെയിൽസ് റിട്ടേൺ ഉപയോഗിക്കുന്നവർ സെയിൽസ് റിട്ടേൺ എടുത്തതിന് ശേഷം അതിന് പ്രിഫിക്സ് ആഡ് ചെയ്യുക. ഇങ്ങനെ പ്രിഫിക്സുകൾ ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇയർ ക്ലോസിംഗ് സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തുടർന്ന് നിങ്ങൾക്ക് സാധാരണ പോലെ തന്നെ ട്രാൻസാക്ഷൻസ് എടുത്തതിന് ശേഷം ബില്ലിംഗ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്.